ഹലോ ഗൈസ്, നമ്മൾ വലിയ പ്ലാനിങ്ങുകളുമായി റെഡിയായി. അപ്പോഴാണ് നമുക്കൊരു ന്യൂസ് കിട്ടിയത്. നമ്മളവിടെ അമ്പലത്തിൽ ഇന്ന് ഉത്സവം തുടങ്ങുവാണ്. ഫസ്റ്റ് ദിവസം ഉത്സവമാണ്. അപ്പം ഇന്ന് അന്നദാനം ഉണ്ട് എന്നൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അന്നദാനം കഴിക്കാൻ പോവുകയാണ്. ഇത്രയും നേരത്തെ പ്ലാനിങ് എല്ലാം നമ്മൾ മാറ്റിവെച്ചു. നമ്മൾ അന്നദാനം കഴിക്കാൻ പോവുകയാണ്. ഇനി ഇവിടെ നിന്നൊരു 2 ബസ്സൊക്കെ കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ. പെട്ടെന്ന് നമുക്ക് അമ്പലത്തിൽ പോവാം. ഓക്കേ, നമ്മളങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളാണ്. ഇത് അരുവിക്കര ഡാമും അടുത്തുള്ള അമ്പലമാണ്. ആ വെള്ളം കണ്ടപ്പോൾ ഈ ചൂടത്തിറങ്ങി അങ്ങോട്ട് ചാടാൻ തോന്നി. പക്ഷേ സമയമില്ല, അതുകൊണ്ട് ചാടാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ഇറങ്ങി കുളിക്കുന്ന സ്ഥലമാണ്. കുറച്ച് താഴോട്ട് പോകുമ്പോൾ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. ഇത് ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചതിൻ്റെ സ്കൂളാണേ. നമ്മൾ വന്ന ഉടനെ ക്യൂ കുറവായതുകൊണ്ട് കയറി പെട്ടെന്ന് അന്നദാനം കഴിക്കാൻ പറ്റി. അതിൻ്റെ സന്തോഷമാണ് അമ്മേൻ്റെ മുഖത്ത്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് സെൽഫി എടുക്കാനുള്ള എൻ്റെ പോരാട്ടമാണ്. പക്ഷെ നടന്നില്ല, വെയിലും. അമ്മ പിന്നെ മൈൻഡും ചെയ്തില്ല. പിന്നെ നമ്മൾ നേരെ മില്ലിൽ പോയി അരിയൊക്കെ വാങ്ങി. പിന്നെ വല്യമ്മേൻ്റെ വീട്ടിൽ എത്തിയതാണ്ട് മുട്ടം മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ വായി നോക്കി നിന്നപ്പോൾ വിചാരിച്ച് കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കാം. അങ്ങനെ കുറച്ച് നേരം നിന്നിങ്ങനെ വെള്ളത്തിൽ കളിച്ച് അമ്മയിരുന്ന് വഴക്ക് കിട്ടും എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ നിർത്തി. പിന്നെ കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിലെത്തി. അങ്ങനെ കുറേ നേരം നമ്മൾ ബസ്സൊക്കെ കാത്തു നിന്ന്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ബസ് എനിക്ക് തോന്നുന്നു കുറവായിരുന്നു എന്ന്. അങ്ങനെ കുറേ നേരം കാത്തിരുന്നപ്പോൾ ബസ് വന്നു. അങ്ങനെ നേരെ ഞങ്ങളുടെ യാത്ര വീട്ടിലേക്കാണ്. ഇത് ജസ്റ്റ് പോണ വഴിക്കുള്ള കുറച്ച് കാഴ്ചകളാണ്. വീട്ടിൽ പോയിട്ട് ചക്ക അടത്ത് കറി വയ്ക്കും, അതാണ് മെയിൻ ലക്ഷ്യം. പോയിട്ട് ചക്ക അടത്തും. അമ്മ പെട്ടെന്നൊരു ചെറിയ ചക്കയൊക്കെ അടത്തെടുത്ത്. ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ ചക്ക അടത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചക്ക ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അമ്മയിരുന്ന് ഇടി കിട്ടും. അമ്മ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്ലീൻ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ആ ചക്ക നിറയെ ചക്ക അരക്കുണ്ട്. അത് ഫുൾ എൻ്റെ കൈകളിലാവും. പിന്നെ അത് മുണ്ടി സീനാണ്. അതുകൊണ്ട് അമ്മ അത് നല്ല വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അമ്മയ്ക്ക് വേണ്ട ചെറിയ ചെറിയ ഹെൽപ്പുകൾ നമ്മൾ ചെയ്തു കൊടുക്കും. ഞാനിങ്ങനെ ഇരുന്ന് അമ്മ ക്ലീൻ ചെയ്യുന്ന ചക്ക കഴിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കറി വയ്ക്കാൻ ചക്ക കാണില്ല എന്നാണ് അമ്മയുടെ പരാമർശം. എങ്കിലും ഞാൻ കഴിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ കഴിച്ചു നിന്നാൽ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമിലൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് ആവശ്യത്തിന് കഴിക്കാവും. കണ്ണുരുട്ടണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ണുരുട്ടണം അവിടെ നിന്ന് തന്നെ. ഇത് ആറിനായിട്ടുള്ളൊരു ദോശക്കടയാണേ. ഇത് ഞാൻ ദോശയ്ക്ക് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന സീനാണ് കേട്ടോ. അങ്ങനെ മാമൻ ഇപ്പം തരും എന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കുന്നു. കാരണം അത്യാവശ്യം തിരക്കുള്ള കടയാണേ. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. അങ്ങനെ ദോശയൊക്കെ കിട്ടി. ദോശ, ചമ്മന്തി, രസവട, ഓംപ്ലേറ്റ്, പപ്പടം. ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് അതൊരു മെയിൻ തട്ടെന്ന് പറയുമ്പോഴേ നമ്മളെ മനസ്സിൽ വരുന്ന ഒരു ഐറ്റം ഇത്ര സംഭവം ഉണ്ടെങ്കിലും നമുക്കത് ഫുൾഫിൽ ആവത്തുള്ളൂ. അങ്ങനെ തട്ട് ദോശയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പലവ്യഞ്ജനം വാങ്ങിക്കാൻ പോയി. ഈ ഒരു കട മാത്രമേ നൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കടയെല്ലാം അടച്ചു നമ്മൾ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക്. നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കി നിൽക്കുവാണ്. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചിരിക്കുവാണേ. അത് ലാസ്റ്റ് നമുക്ക് മനസ്സിലാവും എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. അത് ആൽപ്പല്ലീബയുടെ കമ്പ് മുട്ടായിക്ക് വേണ്ടിയിട്ടുള്ള നിപ്പായിരുന്നു. അങ്ങനെ കമ്പ് മുട്ടായിയൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ, മറക്കല്ലേ.